ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് 2025-26 സാമ്പത്തിക സർവേ പാർലമെന്റിൽ അവതരിപ്പിച്ചു. 2027 സാമ്പത്തിക വർഷത്തിൽ GDP വളർച്ച 6.8 to 7.2% ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. 2026-27 കേന്ദ്ര ബജറ്റ് ഫെബ്രുവരി 1 ഞായറാഴ്ച അവതരിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ജനുവരി 28 വിമാന അപകടത്തിൽ അന്തരിച്ച മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറിന്റെ വിയോഗത്തിൽ രാജ്യം അനുശോചിച്ചു. അമിത് ഷാ, ദേവേന്ദ്ര ഫട്നാവിസ് ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കളുടെ സാന്നിധ്യത്തിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നടന്നു. അടുത്തിടെ ഒപ്പുവെച്ച ഇന്ത്യ-യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിനെ മൈൽസ്റ്റോൺ ഫോർ ആൻ അംബീഷ്യസ് ഇന്ത്യ എന്നാണ് പ്രധാനമന്ത്രി മോദി വിശേഷിപ്പിച്ചത്. കൂടാതെ ഈ 27 അംഗ കൂട്ടായ്മയിലെ അവസരങ്ങൾ പ്രയോജനപ്പെടുത്താൻ മാനുഫാക്ചറേഴ്സിനോട് അദ്ദേഹം ആഹ്വാനം ചെയ്തു. ജാതി വിവേചനത്തിന്റെ നിർവചനവുമായി ബന്ധപ്പെട്ട UGCയുടെ പുതിയ ഇക്വിറ്റി റെഗുലേഷനുകൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. സാമൂഹികമായ വിഭജനത്തിനും ദുരുപയോഗത്തിനും സാധ്യതയുണ്ടെന്ന് ആശങ്ക ചൂണ്ടിക്കാട്ടിയാണ് ഈ നടപടി. ഡൽഹി, ചണ്ഡീഗഡ്, ഗുരുഗ്രാം എന്നിവിടങ്ങളിലെ നിരവധി സ്കൂളുകൾക്ക് ബോംബ് ഭീഷണി ഇമെയിൽസ് ലഭിച്ചു. ഇതിനെ തുടർന്ന് ക്ലാസുകൾ റദ്ദാക്കുകയും അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിക്കുകയും ചെയ്തു. വിശാഖപട്ടണത്ത് നടന്ന 4ാം T20 അന്താരാഷ്ട്ര മത്സരത്തിൽ ന്യൂസിലാൻഡ് ഇന്ത്യയെ 50 റൺസിന് പരാജയപ്പെടുത്തി. ഇതോടെ പരമ്പര 3-1 എന്ന നിലയിൽ അവസാനിച്ചു.